വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞ കേട്ടോ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി. പപ്പ ഒരു അനാറിന്റെ തൈ കൊണ്ട് വെച്ച കേട്ടോ. ഇപ്പൊ ആ തൈ നിറച്ചും കാ പിടിച്ചിട്ടുണ്ടേ. കിട്ടൂലെന്നൊന്നും അറിയത്തില്ലേ. അത്യാവശ്യം വീടുന്ന പച്ചക്കറിയെല്ലാം പറമ്പിൽ നിന്ന് തന്നെ എടുക്കാറാണേ പതിവ്. പറമ്പിലെല്ലാം പോയിട്ട് വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ചക്ക അമ്മ അവിടെ ഒരുക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങളും അവിടെ ഇരുന്ന് ഒതുക്കാൻ തുടങ്ങി കേട്ടോ. എന്നാൽ ഇനി കുറച്ച് നേരം അവിടെ ഫയലും അസൈൻമെന്റും ഒക്കെ എടുത്തൊന്ന് നോക്കാമല്ലോ എന്ന് കരുതി നോക്കിയ കൂട്ടത്തിലേ ദേ ഇരിക്കുന്ന എൻ്റെ ഒരു പെൻസിൽ ഡ്രോയിങ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി വരച്ചൊരു പിക്ചറായിരുന്നേ അതെ. അറിവായ പിന്നെ ഇന്ന് വരെ എൻ്റെ ബർത്ത്ഡേക്ക് ഓരോ സർപ്രൈസുകൾ അവൾ തരാൻ ശ്രമിക്കാറുണ്ട്. അവൾക്ക് എന്തൊരു സാധനം കിട്ടിയാലും അതിൻ്റെ ഒരു വീട് എനിക്ക് വേണ്ടി അവൾ മാറ്റി വെക്കുവേ, അല്ലെങ്കിൽ ഞാൻ വന്നിട്ടേ അവൾ കഴിക്കാറുള്ളൂ. പക്ഷേ ഞാൻ അവൾക്ക് വെച്ചിരിക്കുന്ന വിധം കൂടെ അമ്മയുടെ പുറകെ നമ്മൾ മേടിച്ച് കഴിക്കുവേ. അങ്ങനെ ഇരുന്നപ്പോഴേ പെട്ടെന്ന് ഒരു ഫോൺ വന്നു. താഴോട്ട് ഒരു സാധനം തന്നു വിടാന്ന് പറഞ്ഞു വിളിച്ചാൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു പുറകിൽ ഇരിപ്പുണ്ട് എടുത്തോളാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ചിന്റുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്ന കുറേ നാളുകൾക്ക് ശേഷം രണ്ടുപേരും കൂടെ കാണുന്നത്. അതിന്റെ സന്തോഷത്തിലുള്ള കണ്ണീരായി കാണുന്നത്. ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പിലെ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാനാണ്. ഹോസ്റ്റലിൽ നിന്ന് ട്രെയിൻ കയറുന്നതിന് മുമ്പേ പിടിയും കോഴിയും വേണമെന്ന് പറഞ്ഞാണ് വരുന്നത്. എന്നാൽ പിന്നെ നമുക്ക് പിടിയും കോഴിയാക്കാം അല്ലേ. പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കൊടുത്തേക്കണം എന്നല്ലേ. ഈ ഡയലോഗും പറഞ്ഞ് പപ്പായം കൂട്ടി അടുത്തുള്ള ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി കേട്ടോ. തിരിച്ചു പോകാറായപ്പോഴത്തേന് ഭയങ്കര മഴ കേട്ടോ. കോട്ടും എടുക്കാൻ വിട്ടു. അപ്പൊ ശരി, നാളെ കാണാം.